ഇന്ന് പാവയ്ക്കയും ചക്കക്കുരു കൂടി ചേർത്തൊരു മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കുന്നത്. ചക്കക്കുരു നീളത്തിൽ ഇതുപോലെ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക. കുറച്ച് ചക്കക്കുരു ഞാൻ വട്ടത്തിലും അരിഞ്ഞ് എടുത്ത് വെക്കുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെക്കാനാണ്. ഇത് ഇതുപോലെ അരിഞ്ഞ് നമുക്ക് മസാലക്കറി വെക്കാവുന്നതാണ്. ചക്കക്കുരു എല്ലാം അരിഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിരക്കെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ചൊന്ന് മുന്തി നിൽക്കണം വെള്ളത്തിൽ, എന്നാലേ കഷ്ണത്തിൽ പിടിക്കുകയുള്ളൂ. എന്നിട്ട് അടച്ച് ഒറ്റ വിസിൽ വരുത്തുക. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ചൂടായാൽ അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1/4 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞതും കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. രണ്ടും ചെറിയുള്ളിയോ അല്ലെങ്കിൽ രണ്ടും സവോളയോ ആയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇതുപോലെ അരിഞ്ഞിട്ടുള്ള പാവയ്ക്ക ഇട്ട് കൊടുക്കുക. ഇത് 2 പാവയ്ക്കയുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ ചക്കക്കുരുവിലും ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, മുളകൊന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുക. എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ചെറുതീയിലിട്ട് വേവിക്കാം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് അങ്ങനെ വേവിക്കാവുന്നതാണ്. ചില പാവയ്ക്ക പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അതിന് പകരം നമുക്ക് നല്ലപോലെ വഴറ്റി അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഇങ്ങനെ വേവിച്ച് ഈ പാവയ്ക്ക വറ്റിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് കുക്കറിൽ വെച്ചിരിക്കുന്ന ചക്കക്കുരു വെന്തിട്ടുണ്ട്. ഒരു വിസിൽ വന്നു. ഇനി ഇത് ഒന്ന് ഊറ്റി വെക്കാം. ഊറ്റി വെച്ച ചക്കക്കുരു ഇതുപോലെ വെന്ത് പാകമായിരിക്കുന്ന പാവയ്ക്കയിൽ ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കി ചെറുതീയിലിട്ട് വെക്കുക. ഇനി ഇതിലേക്ക് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് മൊരിയിക്കാൻ വെക്കുക. ഇതുപോലെ തന്നെ മതിയെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ മൊരിച്ച് നല്ലപോലെ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വെക്കാവുന്നതാണ്. കറിവേപ്പില ഇട്ട് ഒന്നുകൂടി ഇളക്കിയതാ ഇതുപോലെ എടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. എരിവില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇതുപോലെ തന്നെ ഇളക്കിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതാ ഇപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പാവയ്ക്ക ചക്കക്കുരു മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചക്കക്കാലത്ത് എന്തായാലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. കഞ്ഞിയുടെ കൂടെയും ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബൈ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.